അപ്പോൾ ആര് വന്നാലും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പരമ്പരയായിട്ട് വേണം, അല്ലെങ്കിൽ ഒരാളോട് തീർന്നു പോകുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശങ്കരാചാര്യക്കാരമായപ്പോൾ തന്നെ ഇവിടെ രാജ്യം ആയിക്കഴിഞ്ഞു. നമുക്ക് പണ്ട് കേരളത്തിൽ 2 ഭൂജനനവും ഗമനവും ഉണ്ടായിരുന്നു. ഒന്ന് വാമനൻ്റെ കാലത്ത് ഭൂമി ഉണ്ടായിരുന്നു, അപ്പോഴാണ് മഹാബലിയുടെ കഥ. അത് കഴിഞ്ഞ് അത് വെള്ളത്തിനടിയിൽ പോയി. പിന്നെ പരശുരാമൻ്റെ കാലത്താണ് അതിനെ തിരിച്ച് ഉദ്ധരിച്ച് ഇപ്പോൾ നമുക്ക് കാണുന്ന കേരളം. സായിപ്പന്മാരുടെ പറയും, പ്ലൂട്ടോ എഴുതി ഒരു പെർഫെക്ഷൻ എന്തായിരിക്കും രാജ്യത്ത്, ഐഡിയൽ സ്റ്റേറ്റ്, അത് വരുത്താനായിരുന്നു പരശുരാമൻ്റെ ആഗ്രഹം. ആളുകൾ ഇന്ത്യയിലുള്ള ബുദ്ധിയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അഷ്ടവൈദ്യന്മാരെ തന്നു. വെള്ളം, മല എല്ലാം. നമ്മളുടെ കിഴക്കോട്ട് പോകുന്ന സമുദ്രത്തിലേക്ക് പോകുന്നത് നമ്മളെപ്പോലെ വരെ ആർക്കുമില്ല. 10-11 നദികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞു, 3ആയിട്ട് രാജ്യം ഭാഗിച്ചിട്ടുണ്ട്. 3-1 വെള്ളം, 3-1 കാട്, 3-1 മനുഷ്യൻ താമസിക്കാനായിട്ട്. ഇപ്പം നേരെ പോയി എക്കോളജിക്കൽ സിസ്റ്റം. അതെ. അപ്പോൾ അതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തത്, അങ്ങനെയൊക്കെ വരികയാണെങ്കിലും ഓരോ ഗ്രഹത്തിൽ ഒക്കെ അല്ലെങ്കിൽ ഓരോ സമുദായത്തിൽ ഒരു കാവ് വയ്ക്കണം. കാവെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ പാമ്പിനെ കണ്ട് പേടിച്ചിട്ട് അതിനെ ആരാധിക്കുന്നതല്ല. ജന്തുവും മനുഷ്യനുമായിട്ടെല്ലാം ഒന്നുപോലെ തന്നെ ആഹാരം കഴിക്കണം, ശ്വാസോച്ഛ്വാസം വേണം, ഇതൊക്കെ വേണം. പക്ഷേ നമുക്കൊരു വിവേകമുണ്ട്, ജന്തുക്കൾക്കതില്ല. സായിപ്പിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ജന്തുക്കൾക്ക് ഒരു ഓർമ്മയുണ്ട്, ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അല്ലാണ്ട് വേറെ ഇല്ലല്ലോ. അപ്പോൾ അതിനെയാണ് ഡെവലപ്പ് ചെയ്ത് മനുഷ്യത്വം കൂടുതൽ വരാനായിട്ട് നമ്മളുടെ ആളുകൾ പൂർവികന്മാർ ആലോചിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ബുദ്ധിയുള്ള ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നാണ് ഇവിടെ ഒരു രാജ്യം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പലർക്കും അന്യദിക്കിൽ നിന്ന് ഇവിടെ വരണം എന്ന ആഗ്രഹം തോന്നി. ഉള്ളതിലും ഈയിടെ നടന്നൊരു കാര്യമാണ്, ഒരു അധർമ്മം പാണ്ഡ്യദേശത്ത് കാണിച്ചു. യാതൊരു തെറ്റും ചെയ്യാത്ത കോവിലനെ കുന്തത്തിൽ കയറ്റി കൊന്നു. ശിലപ്പഹാരത്തിൻ്റെ കഥ, ആ ചെലമ്പ് ഇയാൾ മോട്ടിച്ചു എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഒടുക്കം കൊട്ടാരത്തിന് ഉണ്ടായിരുന്നു. ഭാര്യയെ സങ്കടത്തിൽ കണ്ണകി മധുര രാജാവിനെ ശപിച്ചിട്ട് വെള്ളം വറ്റിയിട്ട് ഭൂമി ഏകദേശം മണൽപ്രദേശമായിട്ട് വന്നു. എങ്ങോട്ട് പോയി? കർണാടകത്തിൽ പോയില്ല, ആന്ധ്രയിൽ പോയില്ല, വടക്കോട്ട് പോയില്ല, നമ്മളുടെ രാജ്യത്ത് വന്നു. എന്നിട്ട് കണ്ണകി ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ആറ്റുകാൽ ദേവി എന്ന് പറയുന്നതാണ്. അപ്പം മനുഷ്യനും ദൈവത്വം ഒക്കും. മനുഷ്യന് ഒക്കാത്തത് ആ അറിവില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ വളരെ പ്രയാസമില്ല. രണ്ടാമത്തെ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാം നോക്കണ്ട, മല ഉള്ളതുകൊണ്ട് അതൊരു അതിർത്തി പോലെയായി. അതിനപ്പുറം വേറെ ഇതിനിപ്പുറവും. അതുകൊണ്ട് നമ്മൾ വളരെ സുഖമായിട്ട് ഒരു രാജ്യമായിട്ട് നടത്താൻ സാധിച്ചു. അതാണ് ഓണത്തിൻ്റെ കാലത്തെ ഒരു ശരിയായുള്ള കഥ. അബദ്ധമായ കഥയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ബഹുമാനിക്കേണ്ടവരെയും മാതാപിതാക്കളെയും നമ്മളെ പഠിപ്പിക്കുന്നവരെയും നമ്മൾ വിളിച്ചു വരുത്തുന്ന അതിഥിയെയും ഈശ്വരതുല്യമായിട്ട് നാം കാണണം എന്നാണ്. അതെ. അപ്പോൾ അതിന് പകരം ഇദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയാണ്. ഇപ്പോൾ ഇത്തവണ കുറച്ചൊരു ഭേദമുണ്ട്. അതിനെനിക്കൊരു ചെറിയ പങ്കുണ്ട്. എനിക്കത് സങ്കടമുണ്ടായിട്ട് ഞാനൊരു സുന്ദരനായിട്ടൊരു മഹാബലിയെ വരപ്പിച്ച് അത് ഒരുപാട് അതിൻ്റെ പതിപ്പ് വിതരണം ചെയ്തു. അതെ, അത് കേരളത്തിലും കൊടുത്തു, അമേരിക്കയിൽ 100 എണ്ണം കൊടുത്തിട്ടുണ്ട്, യുഎയിൽ ഒരു 60 എണ്ണം കൊടുത്തിട്ടുണ്ട്. അവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റാണ്ടിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിനെ 2 തെറ്റാണ് പറയുന്നത്. ഒന്ന്, അസുരനാണെന്നും. അസുരൻ എന്ന് വെച്ചാൽ അസുരനല്ല, ദേവനല്ലാതെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം
വളരെ ക്രൂരനായിരുന്നുവെന്നും അതുകൊണ്ട് മഹാബലി അയക്കാനായിട്ട് സ്വാമി വന്ന് കാലുകൊണ്ട് വളരെ ക്രൂരമായിട്ട് ചവിട്ടിത്താത്തി നരകത്തിലേക്ക് അയച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയല്ല, പിന്നെ ഒരു സംശയവുമില്ല, വായിച്ച അവിടെ മനസ്സിലാവും. അദ്ദേഹത്തിന് പക്ഷെ ഒരു ചെറിയൊരു അഹമ്മതി ഉണ്ടായിരുന്നു. എന്നെപ്പോലെ ലോകത്തിലൊരു ദാനശീലനില്ല. അപ്പോൾ ലയിക്കണമെങ്കിൽ പൂർണ്ണത്വം വേണം, അത് മാറ്റിയാലേ നോക്കൂ. അതിനാണ് മഹാബലി ശരിയാക്കാനായിട്ട് രക്ഷിക്കാനായിട്ടാണ് സ്വാമി വന്നത്. ഒടുക്കം കാലുകൊണ്ടാണ് അനുഗ്രഹിച്ചത്. നമ്മളിപ്പോൾ ഏത് ഇത് നോക്കുകയാണെങ്കിൽ കാലിനാണ് ഒരു സമർപ്പണം ചെയ്യുന്നത്. കാല് കഴുകിച്ചകത്ത് വരണം, കാലിൽ പൂവിടണം, കാലിൽ നമസ്കരിക്കണം, കാല് തൊടണം. മുക്കും എന്നൊക്കെ തൊടാറുള്ള ആള് ചർച്ചിൽ ചെയ്യുന്നില്ലയോ? ബിഷപ്പ് ഒരു സാധുവിനെ പിടിച്ചിരുത്തിയിട്ട് അയാളെ കാലിൽ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് അതിന് ചുംബനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മനുഷ്യൻ ഒന്നേ ഉള്ളൂ, എല്ലാം ഒരു ജീവൻ്റെ വിഭാഗങ്ങളാണ്. അപ്പോൾ അത് ദൈവതുല്യമാണ്, നമ്മളതിനെ ബഹുമാനിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ നമ്മളുടെ നാട്ടിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹത്തിന് സുതലം എന്നൊരു സ്വർഗം നിർമ്മിച്ചു കൊടുത്തു. അവിടെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഈ 4 ദിവസത്തേക്ക് നമ്മുടെ രാജ്യത്ത് വരും. അപ്പോൾ നമ്മൾ സുഖമായിട്ട് കള്ളം പറയും, അങ്ങ് ഭരിച്ചുകൊണ്ടിരുന്ന പോലെ സുഖമായിട്ടിരിക്കുന്നു, അപ്പോൾ എല്ലാം ശരിയായിരിക്കുന്നു എന്ന്. പിന്നെ വിഡ്ഢിവേഷം കയറിക്കുന്ന ആരെയും. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. കുടവേറൻ, കപട വീഴ്ചയുള്ളവൻ, പല്ല് തള്ളിയവൻ, ഏതെല്ലാം രീതിയിൽ ആക്ഷേപിക്കാം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ എത്ര നല്ല സ്വഭാവമാണെങ്കിലും ഒരാൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചൊരു ദേഷ്യം വരും. വാമനൻ ഇദ്ദേഹത്തെ കാലുകൊണ്ട് അനുഗ്രഹിക്കുകയായിരുന്നു സങ്കല്പം, ശിക്ഷിക്കുകയായിരുന്നു. അല്ല, അപ്പോൾ നമ്മൾ മലയാളികൾ പരമ്പരാഗതമായി ഒരു തെറ്റായ കഥകളാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. വേറൊരു കാര്യം, ഈ ഓണം എന്ന് വെച്ചാൽ ഭാഗവിഭാഗങ്ങളൊന്നുമില്ല. കേരളത്തിലൊരാളാണോ ഓണമുണ്ട്, അത് എങ്ങും പോകണ്ട, വീട്ടിൽ നിന്നാണ് നടത്തുന്നത്. അപ്പോൾ സ്വഗ്രഹത്തിൽ സ്വസന്തോഷം പ്രകടിപ്പിക്കുന്നു, അതെല്ലായിടത്തും പരിക്കുന്നു. ഇപ്പോൾ അതിനെ സായിപ്പിൻ്റെ ഇതുപോലെ ഒരു നേരം പോക്ക്